കല്യാണി ചേച്ചിയുടെ പാട് പോലത്തെ പാട് എനിക്ക് ഇവിടെ ഉണ്ട്. എനിക്കും ഈ സാധനം കളയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കല്യാണി ചേച്ചിയുടെ വീഡിയോ വെച്ചിട്ട് ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഒരു ഇൻഫ്ലുവൻസർ കാണാം, എന്നിട്ട് നമ്മൾ അപ്പൊ തന്നെ പർച്ചേസ് ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഭയങ്കര ഇഷ്യൂ നടക്കുന്നുണ്ട്. മറ്റേ കല്യാണി ചേച്ചിയുടെ വീഡിയോ വെച്ചിട്ട് ഭയങ്കര ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പോ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതിന്റെ സംബന്ധമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. കാരണം പ്രൊമോഷനെ കുറിച്ചിട്ട് അതിപ്പോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ചെയ്യുന്ന കാര്യം ഞാൻ ഉൾപ്പെടെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഒന്ന് നോക്കാനുള്ളത്. അതായത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫ്ലുവൻസർ കാണും. അതാണ് നമുക്ക് ഫസ്റ്റ് ചോദിക്കുക, ഒരു ആലോചിച്ചെടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അത് അപ്പം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യോ? ഇല്ലല്ലോ. ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മളൊരു ആരായാലും, നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ക്രിയേറ്റർ ആയാലും, നമ്മൾ എല്ലാ ദിവസവും ടിവിയിൽ ആഡ് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, എന്നിട്ട് നമ്മൾ അപ്പം തന്നെ പർച്ചേസ് ചെയ്യും? ഇല്ലല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ആദ്യം നോക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് നല്ലോണം റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് മേടിക്കുക. അതിപ്പോ സൺസ്ക്രീനെ കുറിച്ചാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സംഭവം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാൻ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അത് നമ്മൾ റിസർച്ച് ചെയ്യണം. ഇപ്പൊ ഒരാൾ പറഞ്ഞു വെച്ചിട്ട് മാത്രം നമ്മൾ പോയി മേടിക്കാൻ നിൽക്കരുത്. കാരണം കാശ് നമ്മുടെയാണ്, യൂസ് ചെയ്യുന്നത് നമ്മളെ മേത്താണ്. സോ നമ്മളത് റിസർച്ച് ചെയ്തിട്ട് വേണം മേടിക്കാൻ. അതാണ് മെയിൻ തിങ് വരുന്നത്. ഇപ്പൊ നമ്മളൊരു ബ്രാൻഡിന് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഈ നോർമൽ ആഡ്സ് പോലെ കാണുമ്പോൾ, നോർമൽ ആഡ്സിനേക്കാളും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസിനെ ആയിരിക്കും അവര് നോക്കുക. അവരെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി പേഴ്സണൽ ആയിട്ട് പറയുന്ന പോലെ ഫീൽ ചെയ്യുന്ന കാരണമാണ് അവര് അങ്ങനെ ചെയ്യുന്നത്, ബ്രാൻഡ് അങ്ങനെ കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു ജോബാണ്. ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ, യൂട്യൂബർ, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോബ് തന്നെയാണ്. പലരും ഇത് മാത്രം വെച്ച് ജീവിക്കുന്നവരുണ്ട്. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ആൾക്കാർ, ഈ ഓഡിയൻസ് ഒരു 50-50 ആയിട്ട് വേണം നിൽക്കാൻ. ഓഡിയൻസ് ഈ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അത് റിസർച്ച് ചെയ്തിട്ട് വേണം നമുക്കത് വേണോ വേണ്ടോ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഡെയിലി കാണുന്ന ക്രിയേറ്റേഴ്സ് ഒക്കെ ആവുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഞാൻ വലിയ ക്രിയേറ്റർ അല്ല, ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും ആരും മേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വലിയ ഇൻഫ്ലുവൻസർ ആയാലും ചെറിയ ഇൻഫ്ലുവൻസർ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം തീരുമാനിക്കേണ്ടത് നമ്മളാ. അതുകൊണ്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വീണ്ടും വീണ്ടും പറയണ്ട. അപ്പൊ ഈ ബ്രാൻഡുകൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ എടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഈ പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ ചൂസ് ചെയ്യുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്ത് പ്രൊമോഷൻ കൊണ്ടു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ റിയൽ ആയിട്ടുള്ള ആൾക്കാരെ വിശ്വസിക്കും. അതുകൊണ്ടാണ് കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ ഇതൊരു പ്രൊഫഷൻ ഒക്കെയാണ്. അതായത് ഇപ്പൊ നമുക്ക് ഇൻകം കിട്ടുന്നൊരു ഇതായത് കൊണ്ട് ആൾക്കാർക്ക് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം. സോ എല്ലാവരും ചെയ്യും, അവർ പറയുന്ന അനുസരിച്ച് ചെയ്യും. അതാണ് അതിന്റെ ഒരു രീതി. അവർ ചെയ്യും. ഇപ്പൊ നമുക്ക് വേറൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ പൈസ, ഒരു അഡീഷണൽ എമൗണ്ട് അവർ തരാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ കാണുമ്പോൾ ആഡ് ഒക്കെ വരില്ലേ, അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റ്, അതായത് ഈ പ്രൊമോഷൻസ് ചെയ്യുന്നത്. ഒരു ബ്രാൻഡ് അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കും. ബ്രാൻഡ് കോണ്ടാക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് നമ്മുടെ ഓഡിയൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രാൻഡിന് വിസിബിലിറ്റി കിട്ടും, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന് എമൗണ്ട് കിട്ടും, നമ്മുടെ ഓഡിയൻസിന് പുതിയൊരു പ്രൊഡക്റ്റിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം വരുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ബാലൻസ് ആയിട്ട് ചിന്തിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് പോയി ട്രസ്റ്റ് ചെയ്യരുത്, ബ്ലൈൻഡ് ആയിട്ട് പോയി ഹെയ്റ്റും ചെയ്യരുത്. കാരണം അതങ്ങനെയാണ്. നമുക്കിപ്പോൾ ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്വാളിറ്റി ചേഞ്ചസ് വരാം. എന്ത് ചേഞ്ചസ് അതിൽ വന്നാലും ഇൻഫ്ലുവൻസേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അവരുടെ ഒരു ജോബാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതവർക്ക് ചെയ്തേ പറ്റുള്ളൂ. സോ നമ്മളങ്ങനെ ഒറ്റയടിക്ക് കണ്ണടച്ച് ഹെയ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സും മേടിച്ച് നിങ്ങൾക്കൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആര് പറഞ്ഞാലും നിങ്ങൾക്ക് മേടിക്കാം. മേടിക്കണേ മുന്നേ
മേടിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യണേ മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്യാം. ചിലർക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാവില്ല, ചിലവർക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോഴായിരിക്കും അതിന് പ്രശ്നം. എനിക്ക് ഭയങ്കര അറിവുണ്ടായിട്ടൊന്നല്ല, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു നിലയ്ക്ക് വേണ്ടി മാത്രം, ഓഡിയൻസിന്റെ ഇടയിൽ നിന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പറയാം. ക്വാളിറ്റി ചേഞ്ചസ് വരാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, കല്യാണ ചേച്ചിയുടെ മുഖത്തുള്ള പാട് പോലത്തെ പാട് എനിക്ക് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഈ പാട് എനിക്കുണ്ട് ഇവിടെ, ഇപ്പുറത്തെ സൈഡിലുണ്ട്. എനിക്കും ഈ സാധനം കളയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇതെന്താ ഈ കവിളിന് തടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് നല്ലോണം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ ഞാനും ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. ഇപ്പോഴല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരില്ല എന്ന് നമുക്ക് പറയാം. നമ്മളിപ്പോൾ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന കാരണമാണ് പ്രശ്നം. ഈ ബില്ലും കാര്യങ്ങളൊക്കെ തന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അപ്പം തന്നെ മേടിച്ച് വെക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു പാട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ സെയിം പാട് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആര് പറഞ്ഞാലും, എത്ര വലിയ ഇൻഫ്ലുവൻസർ പറഞ്ഞാലും, എത്ര ചെറിയ ഇൻഫ്ലുവൻസർ പറഞ്ഞാലും, എത്ര റിസൾട്ട് അവർ കാണിച്ചു തന്നാലും, അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ വേണം ഡിസൈഡ് ചെയ്യാൻ. നമ്മൾ വേണം പരീക്ഷിച്ച് നോക്കിയിട്ട് യൂസ് ചെയ്യാൻ. ഇപ്പോൾ മുഖത്തായാലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നതായാലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്, യൂസ് ചെയ്യണവരുടെ കടമ. ഇപ്പം ഞാൻ യൂസ് ചെയ്താലും, ഇപ്പം ഏത് പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്താലും എനിക്കാണ് ഇഷ്യൂ വരുന്നത്. സോ ഞാൻ വേണം ശ്രദ്ധിക്കാൻ. അതാണ് ഫസ്റ്റ് ചെയ്യണത്. ഇപ്പം പല സാധനങ്ങളും കാണും ഈ സോഷ്യൽ മീഡിയയിൽ, കാണാത്ത ഒരു സാധനം പോലും സോഷ്യൽ മീഡിയയിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ വേണം. ഇനി ഇത് കൂടിയേ വരുള്ളൂ, കുറഞ്ഞൊന്നും വരാൻ പോകില്ല. ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നത് കുറഞ്ഞ് വരാൻ പോണേ ഇല്ല, അത് കൂടിയേ വരത്തുള്ളൂ. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച് സാധനങ്ങൾ മേടിക്കും. അപ്പൊ ഞാൻ ആ ഇഷ്യൂവിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതിനെ പറയാൻ മാത്രം ഞാൻ ആളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പൊ നമ്മൾ ഈ ഒരു ഏതൊരു പ്രമോഷൻ കണ്ടാലും ഫസ്റ്റ് നമ്മൾ റീസെർച്ച് ചെയ്തിട്ട് വേണം. ഇപ്പം ഞാനായാലും നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ റീസെർച്ച് ചെയ്യണം, എന്നിട്ട് വേണം അത് മേടിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചു, ഇപ്പം ഞാൻ തന്നെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു, അത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടി. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യം ഇതേ സെയിം പ്രൊഡക്റ്റ് തന്നെ നമുക്ക് മേടിക്കുമ്പോൾ ചിലപ്പോൾ ആ റിസൾട്ട് കിട്ടണമെന്നില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനീസിൽ ഇത് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനീസിൽ അതിൻ്റെ ഡിഫറൻസ് വരും. അവർ അതിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ക്വാളിറ്റി കുറയ്ക്കാം, ക്വാളിറ്റി കൂട്ടാം, ഇൻഗ്രീഡിയൻസ് മാറ്റാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ചേഞ്ചസ് വരും. അങ്ങനെയും നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ മേടിക്കുന്ന ചില പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പം സെയിം പ്രൊഡക്റ്റ് 2 എണ്ണം കിട്ടിയാലും അതിൽ വേറെ വേറെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണം പറയാൻ. കാരണം ഞാൻ ആ കല്യാണം ചേച്ചിയുടെ ഇതെടുത്ത് നോക്കിയപ്പോൾ, കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ, പുതിയിട്ട് ഒരു കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു അതില്. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കാൻ, നിങ്ങൾ ഈ കണ്ണി കണ്ട സൺസ്ക്രീനൊക്കെ പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ എനിക്ക് പറഞ്ഞിട്ട്. പക്ഷേ അതൊരു ജോലിയാണിപ്പോ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ നോർമലി നമ്മൾ TV ആഡ്സ് ഒക്കെ വരുന്ന പോലെ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടാണ് ആഡ്സ് ഇറക്കുന്നത്. ഇതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ. പക്ഷെ ഇപ്പൊ ഞാനാണെങ്കിലും വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ ഞാൻ കണ്ണടച്ച് മേടിക്കല്ല ചെയ്യുക. അതിപ്പോ ഏത് കോണ്ടന്റ് ക്രിയേറ്റിംഗ് ആയാലും നമ്മുടെ ഫേസിൽ തയ്ക്കണതാണ്, നമ്മുടെ ഉള്ളിലേക്ക് കൺസ്യൂം ആയി പോകണതാണെന്നുള്ള സാധനം എന്തായാലും നല്ലോണം റിസർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ബൈ.